ഇടുക്കിയിലേക്കാണ്. ഇടുക്കി പ്രകാശിൽ നിയമവിരുദ്ധമായ പൊതുസ്ഥലത്ത് തത്തകളെ വിൽപ്പന നടത്തിയ 3 സ്ത്രീകൾ അറസ്റ്റിൽ. ജോഡികളായി വിൽപ്പന നടത്താൻ കൊണ്ടുവന്ന 139 തത്തകളെ ഇവരുടെ പക്കൽ നിന്ന് വനം വകുപ്പ് പിടിച്ചെടുത്തു. അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. പിടികൂടിയ തത്തകളെ വനത്തിൽ തുറന്നു. ഇന്നലെ വൈകിട്ടാണ് ഒരു ഇരുമ്പുകൂട് നിറയെ തത്തകളുമായി തമിഴ്നാട് സ്വദേശികളായ 3 സ്ത്രീകൾ പ്രകാശ് ടൗണിലെത്തിയത്. ഒരു ജോഡിക്ക് 400 മുതൽ 600 രൂപ വരെ വില എന്ന നിരക്കിൽ വിൽപ്പന നടത്തുകയായിരുന്നു. ഇതിനിടെ ഇടുക്കി ഫ്ലൈയിംഗ് സ്ക്വാഡ് ഡിഎഫ്ഒക്ക് അനധികൃത തത്തക്കച്ചവടത്തിന്റെ വിവരങ്ങൾ ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാഞ്ചിയാർ സെക്ഷനിലെ വനപാലകർ നടത്തിയ പരിശോധനയിലാണ് തത്തകളെ വിൽപ്പനയ്ക്കെത്തിച്ച സ്ത്രീകളെ പിടികൂടിയത്. തമിഴ്നാട് കോട്ടൂർ പുതുതെരുവ് സ്വദേശികളായ ജയാവീരൻ, ഇലവഞ്ചി, കരൂർ ഗാന്ധിഗ്രാമം സ്വദേശി ഉഷാ ചന്ദ്രശേഖരൻ എന്നിവരാണ് പിടിയിലായത്. തമിഴ്നാട്ടിലെ പൊള്ളാച്ചി ഭാഗത്തുള്ള നരിക്കുറവന്മാരിൽ നിന്നും പലതവണയായി ശേഖരിച്ചതാണ് തത്തകളെയെന്നാണ് ഇവർ മൊഴി നൽകിയിരിക്കുന്നത്. ജയാവീരൻ, ഇലവഞ്ചി, ഉഷാ ചന്ദ്രശേഖരൻ എന്ന 3 സ്ത്രീകളെയാണ് ഇപ്പോൾ നമ്മളിവിടെ കസ്റ്റഡിയിലെടുക്കുന്നവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 139 തത്തകളുണ്ട്. റോസറി എന്ന് പറയുന്നത് അത് ജോഡി ആയിട്ട് ഇവർ ചെറിയ ബോക്സുകളിലാക്കി ഇങ്ങനെ കച്ചവടം ചെയ്യുകയാണ് ഇവരുടെ ജോലി. അപ്പോൾ എവിടെ നിന്നാണ് ഇത് കളക്ട് ചെയ്തതും മറ്റു കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം ഷെഡ്യൂൾ 2 ഉൾപ്പെട്ട സംരക്ഷിത പക്ഷിയാണ് തത്ത. ഇവയെ വിൽക്കുകയും വളർത്തുകയും ചെയ്യുന്ന കുറ്റത്തിന് 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കാം. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തത്തകളിൽ 6 എണ്ണം ചത്തുപോയിരുന്നു. പിടികൂടിയതിൽ ബാക്കിയുണ്ടായിരുന്ന 133 തത്തകളെ തുറന്നുവിട്ടു. 24 ഇടുക്കി.